ബോംബ് സ്ക്വാഡ് അതുപോലെ ATS പോലീസ് സംഘങ്ങൾ സംയുക്തമായാണ് ഇന്ന് രാവിലെ നിയന്ത്രിത സ്ഫോടനങ്ങളിലൂടെ ഈ സ്ഫോടക വസ്തു നിർവീര്യമാക്കിയത്. ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് IED ഇനത്തിൽപ്പെട്ട സ്ഫോടക വസ്തുവാണ് ഇന്നലെ കണ്ടെത്തിയത്. ഒരു സ്റ്റീൽ കണ്ടെയ്നറിനകത്തായിരുന്നു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു വയർ 30 മീറ്റർ നീളത്തിൽ ഒരു വയർ ഒരു മരത്തിന് ചുവട്ടിലേക്ക് ഇട്ടിരുന്നു. അതായത് ഈ വയറിന്റെ അറ്റത്ത് ബാറ്ററിയോ മറ്റോ വെച്ച് ഇത് സ്ഫോടനം നടത്താവുന്ന രീതിയിലായിരുന്നു ഇത് സെറ്റ് ചെയ്തിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്ഫോടക വസ്തു നിർവീര്യമാക്കി UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. സ്ഥിരമായി മാവോവാദികൾ എത്തുന്ന ഒരു മേഖല, അതിലൂടെ തണ്ടർബോൾട്ടും പോലീസും ഒക്കെ പട്രോളിംഗ് നടത്തുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ സ്ഫോടക വസ്തു കണ്ടെത്തിയത് എന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഈ സ്ഫോടക വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കും. ഇന്നലെ വനത്തിൽ പോയപ്പോൾ പുല്ലരിയാൻ പോയപ്പോൾ ഈ സ്ഫോടക വസ്തു ആദ്യമായി കണ്ട ലക്ഷ്മി ചേച്ചിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എവിടുന്നാ കണ്ടത്? എങ്ങനെയായിരുന്നു ഇന്നലെ കണ്ടിട്ടില്ല സാറേ. ഞാൻ ഇന്നലെ അങ്ങോട്ട് പോകും കടത്തി വിട്ടില്ല. ഞാൻ പോയിരുന്നു പരിസരത്ത്, പക്ഷെ കടത്തി വിട്ടില്ല. ഞങ്ങൾ 5 ദിവസം മുമ്പെയാണ് ഞങ്ങൾ പുല്ല് അരിയാൻ വേണ്ടി പോയി. ഞാനും അനിയന്റെ ഭാര്യയും കൂടി പോയി പുല്ലൊക്കെ കെട്ടിവെച്ച് പിന്നെ ഏട്ടൻ വരാൻ വേണ്ടി പിന്നെ എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് കൂണ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് അങ്ങ് കാട്ട് കയറിയതാ. കാട്ടിനുള്ളിൽ കയറിയില്ല, ബൗണ്ടറി സൈഡിന് ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ കടന്നിട്ട് അപ്പോൾ ഒരു പിന്നെ പൊതി കണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇത്ര വലിപ്പത്തിൽ ഇത്ര നീളത്തിൽ നല്ല പ്ലാസ്റ്റിക് നൂല് കൊണ്ട്, ചെറിയ നൂല് കൊണ്ട് നല്ല മഞ്ഞ പ്ലാസ്റ്റിക് നൂല് കൊണ്ട് വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഓനോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയത്, അതൊക്കെ ഇങ്ങനെ ഒന്ന് പറയണ്ടേന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളിത് ഉൾക്കൊണ്ടില്ല അതെന്താന്നുള്ളത്. ലക്ഷ്മി ചേച്ചി പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് നേരത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടാവാറുണ്ട്, തണ്ടർബോൾട്ടും പോലീസും ഒക്കെ എത്താറുണ്ട്. പക്ഷേ ഈ ഒരു സ്ഫോടക വസ്തു ഇവിടെ നിന്ന് കണ്ടെടുത്ത ഒരു സംഭവം പ്രദേശവാസികളിലും വലിയ രീതിയിൽ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.